സാർ. നരസിംഹം എന്തൊക്കെയായി? വിശേഷിച്ചെന്തെങ്കിലും? കോസ്റ്റൽ ഏരിയ മുഴുവൻ അരിച്ചുപേർക്ക് ചെക്ക് ചെയ്യുക സാർ. നമ്മൾ വിചാരിച്ച പോലെ ആയുധം കടത്തലൊന്നുമല്ല സാർ. വേറെന്തോ നടക്കുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും തെറ്റ് ചെയ്യുന്നതിന് കൂട്ടി നിൽക്കുക. അടുത്ത പ്ലാൻ? ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്കറിയണം സാർ. അതുകൊണ്ട് ബോബ്സ് മിഷനിൽ എനിക്ക് സഹായിയായിരുന്നു SI പ്രൊമോഷൻ കിട്ടിയ ബാസിയും ബഹദൂറിനെയും ഇവിടേക്ക് പോസ്റ്റ് ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും. ഉടനെ തന്നെ ചെയ്യാം. താങ്ക് യു സാർ. പിന്നെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല സാർ, എൻ്റെ കല്യാണം സാർ കഴിഞ്ഞിട്ടില്ല സാർ. കല്യാണം കഴിഞ്ഞില്ലെന്നോ? കല്യാണത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടിൽ പോയത്. ഞാൻ ജോലി കളഞ്ഞ കാരണത്താൽ എൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചതുമില്ല, എന്നോടൊപ്പം മിണ്ടുന്നുമില്ല. സോറി നരസിംഹം. ഇറ്റ്സ് ഓക്കെ സാർ. താങ്ക് യു സാർ. സാർ നമ്മുടെ പിള്ളേരോട് വായ മൂട് ബീച്ചെ മൂടുന്നു പറയുന്നു. വായ മൂടി വെക്കാം, അത്ര വലിയ ബീച്ച് എങ്ങനെ മൂടുന്നു സാറേ? ഇതുപോലും അറിയില്ലേ? അത് ഹിന്ദി കമാൻഡറാണ്. അത് ഹിന്ദിയാണോ? 1 2 3 4 അതിനേക്കാളും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. സുസേ, പ്രയറിന് സമയമായി, വേഗം കൊടിയേറ്റാനുള്ള ഏർപ്പാടി. ഓക്കെ സാർ. ആരാ എന്റെ കൊച്ചിനെ ഇങ്ങനെ അടിച്ചത്? ആരാടാ മുട്ടയെ നിർത്തിയത്? എന്താടാ എല്ലാരും നോക്കി നിൽക്കുന്നേ? ചോദിച്ച കേട്ടില്ലടാ, എല്ലാം പാട്ടും കേട്ടുകൊണ്ട് നിൽക്കുന്നല്ലേ? ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെയാണോ അവിടെ അടിക്കുന്നേ? എന്റെ കൊച്ചിനെ മുട്ടയെ നിർത്തും അല്ലടാ. ആരാ അടിച്ചേ? ഇവനാണോ അല്ലെങ്കിൽ ഇവനോ? അതോ ഇവനോ? ഇവനാ? നീ അവിടെ നിക്ക്. എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ കൊച്ചിന്റെ മേത്ത് കൈവച്ച്? പിന്നെ ഞാനിന്ന് സ്റ്റുഡൻസ് എല്ലാരും ക്ലാസ്സിൽ പോവും. കുട്ടികളെല്ലാം വേഗം ക്ലാസ്സിൽ കയറാൻ നോക്കേ. ചെന്ന് പോ. ഞങ്ങളുടെ ചേട്ടനെ അടിക്കുമല്ല. പുറത്തു പോകാനാ പറഞ്ഞത്, പള്ളിക്കുടമായത് പോകാനല്ലേ പറഞ്ഞത്. എടാ വളരാ. ഹലോ പോലീസ് സ്റ്റേഷൻ. ദേശീയഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടിവെട്ടിയാലും നിന്നിടത്തൊന്നും അനങ്ങാൻ പാടില്ലെന്നുള്ള വിവരമൊന്നും നിനക്കറിയില്ലേ? ത്രിവർണ്ണ പതാകയ്ക്ക് ബഹുമാനം കൊടുത്ത് 50 അധ്യാപകരും 1500 വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ പള്ളിക്കൂടത്തിലേക്ക് അതിക്രമിച്ച് കയറിയതിൽ കുറ്റബോധം തോന്നില്ലേ? മാതാ പിതാ ഗുരു ദൈവം എന്നാ പറയാറ്. അങ്ങനെയുള്ള അധ്യാപകരോടാണോ നിന്റെയൊക്കെ എഴുന്നേറ്റം? നീയൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോടാ? പാർട്ടിക്കൊടികളുടെ എണ്ണം കൂടിയത് കാരണം പാർട്ടിക്കൊടിയും ദേശീയ പതാകയും തിരിച്ചറിയേണ്ട ബോധമില്ല നിനക്ക്. ഇന്ന് അധ്യാപകരുടെ അടി വാങ്ങാത്തവര് നാളെ ക്രിമിനലായി പോലീസിനെ ഇന്ന് അടി വാങ്ങും. ഇന്ന് പള്ളിക്കൂടത്തിൽ മുട്ടുകുത്താത്തവൻ നാളെ ജയിലിൽ വാർഡന്റെ മുന്നിൽ മുട്ടുകുത്തും. പഠിക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ നീയൊക്കെ എന്തിനാ വിഷം കുത്തി നടക്കുന്നത്? ഇയാളാണോ? ഇയാള് കാക്കുടിപ്പെട്ട കാണ്ടാമൃഗമാണല്ലോ. അല്ല, ഇവന്മാർക്ക് ഇത്ര രക്തം വരാൻ വേണ്ടി ഇങ്ങനെ അടിച്ചതാരാ? ഞാൻ തന്നെയാ. നീ സ്കൂൾ വാദിയാരാണോ അതോ ഗുസ്തി വാദിയാരാണോ?
എന്നെ അടിയാടാ അടിച്ചേ. ഒരു കാര്യം പറയാം, അവരാണ് സ്കൂളിൽ നുഴഞ്ഞു കയറി അധ്യാപകരോട് മതി. അതെല്ലാം സ്റ്റേഷനിൽ വന്ന് സംസാരിക്കാം. ഞാനൊരു NCC മാസ്റ്ററാണ്. ഇൻസ്പെക്ടർ റാങ്കുള്ള ഒരു ഓഫീസർ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ NCC ബറ്റാലിയൻ കമാൻഡർ ചീഫിന്റെ പെർമിഷൻ വേണം. NCCയോ SSLCയോ അതൊന്നും എനിക്കറിയില്ല. അവര് നിങ്ങളെ അടിക്കാൻ വന്നു, വണ്ടിയെ കയറ്റി. നീ ആണെങ്കിൽ അവരെ അടിച്ചേക്കുന്നു, വണ്ടിയെ കയറാൻ. അയ്യോ ദേ ഇങ്ങോട്ട് നോക്കിയേ, നീ ആ പോലീസിന് ഫോൺ ചെയ്ത് പുള്ളിയെ കുടിക്കുകയല്ലേ? അന്ന് തന്നെ നിന്റെ TC കീറി സ്കൂളിന് വെളിയിൽ അയക്കേണ്ടതായിരുന്നു. നീ പാവാണെന്ന് അയാൾ വിചാരിക്കുമ്പോ അയാളോട് ഇങ്ങനെ ചെയ്യുന്ന നീ? അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തത്. നീ വേണോന്ന് വെച്ച് തന്നെ ചെയ്തതാ. അയാളൊന്ന് വന്നോട്ടെ, നിന്റെ തല ബക്കറ്റ് കമത്ത് വെച്ച് ഭരതനാട്ടം ആടിക്കളെ, ഞങ്ങൾ കാണിച്ചു തരാം. നീയാണോ പോലീസിന് ഫോൺ ചെയ്തേ? സോറി സർ. സ്കൂളിൽ അത്രയും പേര് വെറുതെ ഇരുന്നപ്പോ നീ എന്തിനാ പണി ചെയ്തേ? അത് ഞാൻ ആ റൗഡികൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാ. ഗുഡ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ വേണം ആലോചിക്കാൻ. യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്, ഈ സത്യസന്ധത, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കീപ് ഇറ്റ് അപ്പ് സത്യ.